അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ പലപ്പോഴും നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട് അല്ലേ? നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഇടങ്ങേറൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ആരോടാ പറയുക? അള്ളാഹുവിനോടാണ് പറയുക. അല്ലാതെ നമ്മൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെ അയൽവാസികൾ, കുടുംബക്കാർ ഓലോടൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഓലൊക്കെ ഒരു ചെവി കൂടി കേട്ടിട്ട് മറ്റേ ചെവി കൂടി വിടും. എന്നാൽ നമ്മളെ ഉമ്മാനോടും സഹോദരങ്ങളോടൊക്കെ പറഞ്ഞാൽ എന്താണ്? അവർ നമുക്ക് വേണ്ടിയിട്ട്, നല്ല സഹോദരന്മാരാണെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. നമ്മളെ ഉമ്മമാരൊക്കെ ആണെങ്കിൽ കാരണം കുട്ടികൾ ഇടങ്ങാറാവണം അങ്ങനെ കരുതുന്ന ഉമ്മമാരല്ലല്ലോ. എല്ലാവരും മക്കൾക്ക് നല്ലത് വരണം, എല്ലാ മക്കളെയും ഒരേപോലെ കാണണം. എത്ര മക്കളെ പ്രസവിച്ചാലും ഉമ്മമാരൊക്കെ നമ്മളെ നല്ല രീതിയിൽ കാണണം, അവർക്ക് നല്ലത് കിട്ടണം എന്നുള്ള അങ്ങനെ കരുതണം ഉമ്മമാരും ഉപ്പമാരൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. എങ്കിലും അവിടെ വരുന്നത് എന്താണ്? പ്രാർത്ഥനയാണ് അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. എന്നാൽ ചില ദുആകൾക്ക് ഉടനെ ഉത്തരം ലഭിക്കുമ്പോൾ ചിലത് വൈകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ? അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ കുറേ പ്രാർത്ഥിച്ചു, അപ്പോൾ ചിലപ്പോൾ അതിന് ഉത്തരം അപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ പലരും നിരാശപ്പെടുന്നു. എന്നാൽ അള്ളാഹു ഒരു ദുആവും വെറുതെ ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നിരാശ ഉണ്ടാവും, പക്ഷെ നമ്മൾ അങ്ങനെ നിരാശയൊന്നും പെടണ്ട. അതിനെക്കുറിച്ചിട്ടൊക്കെ ആയിട്ടൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ച കാര്യം വൈകിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. ഒരു ദുആ വൈകുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ചിലപ്പോൾ നാം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹു നമുക്കായി ഒരുക്കിയിട്ടുണ്ടാവും. നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിച്ചത് അതിലും മനോഹരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസവും ക്ഷമയും പരീക്ഷിക്കാനായിരിക്കും വൈകിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അള്ളാഹുവിനെ നമ്മൾ കൈവിട്ടുകാണ്ട് ഒരു പണിയും വേണ്ട. മറ്റു ചിലപ്പോൾ ദുആയുടെ പ്രതിഫലം പരലോകത്തിനായി സൂക്ഷിക്കപ്പെടാം. ചിലപ്പോൾ നമ്മൾ പരലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന തന്നെ അവിടെ വെക്കും. അള്ളാഹുവിന് ഏറ്റവും നല്ല സമയം അറിയാം. നമുക്ക് ഇന്ന് വേണമെന്ന് തോന്നുന്ന കാര്യം നമ്മുടെ നന്മയ്ക്ക് നാളെ ലഭിക്കേണ്ടതായിരിക്കാം. അതുകൊണ്ട് ദുആ ചെയ്ത ശേഷം നിരാശപ്പെടാതെ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം വെക്കണം. എന്ത് സംഭവിച്ചാലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പൂർണ്ണ വിശ്വാസം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ദുആ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇപ്പം നമ്മൾ കുറേ ദുആ ചെയ്തു, നമ്മളിപ്പോൾ എന്തെങ്കിലും എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ദുആ ചെയ്ത് അങ്ങ് അത്രത്തോളം നമ്മൾ ദുആ ചെയ്തു, പക്ഷേ അതിനൊന്നും ഉത്തരം കിട്ടിയില്ല, അതൊന്നും ശരിയായില്ല. കരുതിയ കാര്യം അതേപോലെ നിറവേറാത്ത ഒട്ടുമിക്ക ആൾക്കാരുണ്ട്. അപ്പോൾ ദുആ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. എത്ര ശരിയായിട്ടില്ലെങ്കിലും നമ്മൾ അള്ളാഹുവിനെ നമ്മൾ കൈവിടാൻ പറ്റില്ല. കാരണം അള്ളാഹു കേൾക്കുന്നവനാണ്, അവന് ഉത്തരം നൽകും. ചിലപ്പോൾ അതെ എന്ന്, ചിലപ്പോൾ ഇപ്പോഴല്ല എന്ന്, ചിലപ്പോൾ ഇതിലും നല്ലത് ഞാൻ നിനക്ക് നൽകാമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ പ്രസവമായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്രസവം ഒരു പെട്ടെന്ന് പ്രസവം. എല്ലാവരും പറഞ്ഞു ആദ്യത്തെ ആകുമ്പോൾ കുറച്ച് റിസ്ക് കാരണം അങ്ങനെ നമ്മൾ എല്ലാവരും പലർക്കും പല കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ആദ്യത്തെ പ്രസവമാകുമ്പോൾ ഫസ്റ്റത്തെ പ്രസവമല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവില്ല, കുറച്ച് താമസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും മണിക്കൂറുകൾക്കുള്ളിൽ പറഞ്ഞാൽ ഒരു 10, 11, 12, 1 മണി 4 മണിക്കൂറായപ്പോഴത്തേന് ഞാൻ പ്രസവിച്ചു. അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ പ്രസവിച്ചു. രണ്ടാമത്തത് കുട്ടി ഉണ്ടായപ്പോൾ
എല്ലാവരും കരുതിനി 4 മണിക്കൂർ പ്രസവിച്ചുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിനി വേദനയായിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസവിച്ചും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേദന വന്നാൽ പറയാതിരിക്കരുത്, വേഗം പോകണം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേദന വന്ന് തലേന്ന് ഞാൻ ചെറുതായിട്ട് എൻ്റെ തലേന്ന് തന്നെ വേദന ഉണ്ട്. ഞാനിത് നല്ലോണം മുറുകെ എഴുതിക്കാണ്ട് കുറേ ദിവസം 2 ദിവസം അങ്ങനെ നിന്നു കേട്ടോ. പക്ഷേ അതിന് ഇടവേദന കഴിച്ചിട്ട് ഞാൻ വലിയ വേദന നമുക്കറിയുമല്ലോ എങ്ങനെയൊക്കെയാണ്, ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ചെയ്തതല്ലേ. അങ്ങനെ നിന്നു കേട്ടോ. 2ാമത്തെ ദിവസം കഴിഞ്ഞു, 3ാമത്തെ ദിവസം അതേപോലെ നിന്നപ്പോൾ ഇനി വേദനക്കുള്ള മരുന്ന് വെച്ചാൽ പെട്ടെന്ന് ഡെലിവറി ആവും വിചാരിച്ചിട്ട്, കാരണം ടൈമും എടുത്തിക്കണം, ഡേറ്റും അയക്കണം, 2 ദിവസം കഴിഞ്ഞ് അഡ്മിറ്റ് ആകാൻ പറഞ്ഞതുമാണ്. അപ്പോൾ എന്നാൽ എന്തായാലും പോകില്ലേ ഇത് അങ്ങനെ പോയിട്ടോ. പക്ഷെ എല്ലാവരും വേദനക്കൊക്കെ മരുന്ന് വെച്ചാൽ പ്രസവമാവും കരുതി എല്ലാവരും നിന്നു. പിന്നെ എല്ലാവരും പുറത്തൊക്കെ ഇരുന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു, നല്ല പെയിനും ഉണ്ടായിരുന്നു. ഞാനും അവിടെ കടന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്, അള്ളാഹുവേ പെട്ടെന്ന് പ്രസവമാക്കി തരണേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. 2ഉം 3ഉം വട്ടം ഓരോ മരുന്നാൾ കയറ്റി പ്രസവിപ്പിച്ചാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. കുറേ നോക്കി, വേദന കൂടി വരും. ലാസ്റ്റ് ഞാൻ കുഴങ്ങി ഒന്നിനും വയ്ക്കാതെ അങ്ങനെ ആയിട്ടോ. എന്നാലും അള്ളാഹിനോട് പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല, ഓരോ നേർച്ചകളും മറ്റൊക്കെ ഇട്ടു. പക്ഷെ പഠിച്ചോൻ അതിലേറെ നല്ലത് എനിക്ക് ഇതേക്കാരം തന്നിട്ടുണ്ടാവുക. ലാസ്റ്റ് അവസാനം ശനി ഞായർ തിങ്കളാഴ്ച രാത്രി ഓപ്പറേഷൻ ചെയ്തു. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ആ ഓപ്പറേഷത്തിന് കൊണ്ടുപോകുമ്പോഴൊക്കെ. പിന്നെ നമ്മൾ എത്ര സങ്കടപ്പെട്ടു, നമ്മൾ എത്ര ആയാലും നമ്മൾ അള്ളാഹുവിനോടല്ലേ നമ്മളെ കാര്യങ്ങൾ പറയാം. അങ്ങനെ പഠിച്ചവനോട് പിന്നെ ഇങ്ങനെ ഓരോന്ന് വന്നു അള്ളാഹുവേ. എന്നാലും അൽഹംദുലില്ലാ ഒക്കെ ആയിട്ട് അപ്പോൾ റാഹത്തായി. അപ്പോൾ ഓപ്പറേഷത്തിന് കൊണ്ടുപോയപ്പോൾ അതിലേറെ പേടിയാവുക, പെരും പേടിയാവുക പറഞ്ഞാൽ അത്രക്കും പേടിയാവുക. അങ്ങനെ എന്ത് കൊണ്ടുപോകണതും ആ മയക്ക് സൂചി വെക്കുന്നതും ലാസ്റ്റ് ആൾക്കാരൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഓരോന്ന് പല ചിന്തകളായിരുന്നു മനസ്സിൽ. അപ്പോഴൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, പുറത്തില്ലോലും ഒക്കെ ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാനെ കാണുന്നുണ്ട്, ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരയുക അങ്ങനെ. പിന്നെ അൽഹംദുലില്ലാ പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ എപ്പോഴും സങ്കടം വരും, കണ്ണിന്നൊക്കെ വെള്ളം വരും. പക്ഷേ പഠിച്ചോനെ അപ്പോൾ അതേക്കാരം എനിക്ക് റാഹത്ത് എഴുതിയിരിക്കണത്. പിന്നെ ലാസ്റ്റ് കുട്ടിയുടെ മിടിപ്പ് കുറഞ്ഞു, അങ്ങനെയൊക്കെ ഗ്രാഫൊക്കെ താഴോട്ട് വരൽ തുടങ്ങി, അതെല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ എനിക്കും തീരെ വയ്യാതായി, അതിൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ അതൊക്കെയാണ് ജീവിതം പറഞ്ഞത്. പക്ഷെ അന്ന് അവിടെ എല്ലാവരും എന്താ വിചാരിച്ചിരുന്നത്, ഡെലിവറി ഉണ്ടാവും, പ്രസവക്കാരം ആദ്യത്തത് പ്രസവമല്ലേ, അപ്പം അതും പ്രസവക്കാരം. പക്ഷെ നമ്മൾ ആലോചിക്കണതോ കരുതണോ അല്ല നമ്മളെ ജീവിതത്തിൽ നടക്കുക. ഇനി നമ്മൾ ദുആ ചെയ്യാനിട്ടാണോ? അല്ലല്ലോ. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ മുതലേ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവേ പ്രസവം തരണേ റബ്ബേ, സുഖപ്രസവമാക്കി തന്നെ നമ്മളങ്ങനെ ദുആ ചെയ്യൂലേ. അങ്ങനെ ചെയ്യണവർക്ക് നമ്മൾ ചെല്ലും പറയുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അതിലേറെ ഹൈറ് റബ്ബ് ഇതേക്കാരാക്കി തരുന്നത്. പക്ഷേ എന്നിട്ട് പിന്നെ എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തിനാ മോളെ സങ്കടപ്പെടുന്നത്, ഓപ്പറേഷൻ അതൊക്കെ എല്ലാവർക്കും നടക്കണ കാര്യമല്ല. പക്ഷെ എനിക്ക് അപ്പം എന്നെ പെട്ടെന്ന് കൊണ്ടുപോയതുകൊണ്ടേ ഭയങ്കര സങ്കടമായിരുന്നു, ഒരു തരം ടെൻഷനായിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ 2 ജീവനല്ലേ നോക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ ലെവലായി വരുന്നു, ഒക്കെ റാഹത്തായിക്കോളും. അങ്ങനെ പിന്നെ അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് റിക്കവർ ചെയ്ത് വന്നു അൽഹംദുലില്ലാ. അപ്പോൾ അതേ കാര്യമായിട്ടൊക്കെ നല്ലത്, പ്രസവത്തിനേക്കാളും നല്ലത്. കാരണം ഡോക്ടറും പറഞ്ഞു 2 ജീവനാണ് പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അത്ര റാഹത്ത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും അപ്പോഴൊക്കെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, ദുആ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം അള്ളാഹു കേൾക്കുന്നവനാണ്, അവൻ ഉത്തരം നൽകും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നൽകും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നൽകും, ചിലപ്പോൾ അതിലും നല്ലത് വേറെ എന്തെങ്കിലും കരുതിയിട്ട് അത് നൽകും. അപ്പോൾ എനിക്ക് ആ സിറ്റുവേഷനിൽ ഏറ്റവും നല്ലത് ഓപ്പറേഷൻ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പ്രസവത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് എനിക്കത് കിട്ടിയില്ല.
അത് എഴുതിയിട്ട് നമ്മൾ പ്രാർത്ഥന റബ്ബിച്ച് തന്നില്ലല്ലോ, ഇനി ഞാൻ തീർക്കൂല അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മളപ്പോഴും അള്ളാഹുവിനോട് ഇങ്ങനെ തീർക്കുക, നമ്മളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മളെന്തെങ്കിലും ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് ആത്മീയ ടിപ്സ്, ആത്മീയ മരുന്നാളുണ്ടോ യൂട്യൂബിൽ നമ്മൾ അടിച്ച് നോക്കും ആഗ്രഹം നിറവേറാൻ. അല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള ഏതെങ്കിലും ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നോക്കി നോക്കും, എൻ്റെ ഈ ആഗ്രഹം നിറവേറാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ നോക്കി നോക്കും. ഞാൻ അങ്ങനെ നോക്കി നോക്കലുണ്ട് കേട്ടോ. പക്ഷേ ചിലത് ചെയ്യും, ചിലത് ചെയ്യില്ല, ചിലതൊക്കെ കേട്ട് പോവും. അങ്ങനെ ചെയ്യലുണ്ട്. നിങ്ങളും അങ്ങനെയാണോ? എൻ്റെ പോലെ ഉണ്ടോ? പക്ഷേ ഇതേപോലെ ഇപ്പോൾ നമ്മളൊരു ലൈവിൽ നമ്മളൊരു ചലഞ്ച് സെറ്റാക്കി വെച്ചിരിക്കണു അല്ലേ, ദിവസവും 40 പ്രാവശ്യം യാ അസീസു യാ അല്ലാ എന്നുള്ള ദിക്ർ നമ്മൾ ഒരുമിച്ചാണ് ഒറ്റക്കെട്ടായിട്ടാണ് ആ ഒരു സംഭവം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. കുറച്ച് സമയം മതി, വളരെ കുറച്ച് സമയം മതി. അതുകൊണ്ട് നമുക്ക് ചൊല്ലി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണ്? നമ്മൾ ദുആ ചെയ്യുക, ക്ഷമ ഉണ്ടാകുക, ക്ഷമ പാലിക്കുക, അള്ളാഹുവിൽ പ്രത്യാശ വെക്കുക. അള്ളാഹു നമ്മളെ കൊടുക്കൂല, അള്ളാഹു നമുക്ക് തരും. തീർച്ചയായും അള്ളാഹുവിൻ്റെ തീരുമാനം തന്നെയാണ് ഏറ്റവും നല്ലത്. അതിലുറച്ച് വിശ്വസിക്കുക. അതിൻ്റെ അപ്പുറം വേറെ ഒന്നും പറയാനില്ല. അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതാണ് ഏറ്റവും നല്ലത്. അതിൽ നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നമുക്ക് ഏതൊരു സന്ദർഭമാണെങ്കിലും, ഏതൊരു പ്രതിസന്ധി ഘട്ടമാണെങ്കിലും, ഏതൊരു പ്രയാസമുള്ള ഘട്ടമാണെങ്കിലും നമ്മൾ അള്ളാഹുവിനെ കൈവിടാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും നമ്മളങ്ങനെ കൈവിടാനൊന്നും പറ്റില്ല. നമ്മൾ അള്ളാഹുവിനൊക്കെ എത്രയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇത് കേട്ടിട്ടില്ലേ, ഈ കോഴിക്കൾ കുറച്ച് സമയമായാൽ അതിൻ്റെ തള്ളക്കോഴി കുട്ടികളെ കൊത്തിയാട്ടും. എന്നാലും ഈ കുട്ടികളെ എപ്പോഴും തട്ടും ഈ തള്ളക്കോഴിൻ്റെ പിന്നാലെ തന്നെ നടക്കും. എന്തിന്? നമ്മളെ വീട്ടിലത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെമ്മാർ നമ്മളെത്ര ചീത്ത പറഞ്ഞാലും, എത്ര വഴക്ക് പറഞ്ഞാലും, എത്ര ചീത്ത പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും പിന്നെ നമ്മൾ ഓരോരുത്തേക്ക് തന്നെ പോവുക അല്ലേ? ഓരോടെ നമുക്ക് അപ്പം തന്നെ പിണക്കാൻ തോന്നും. അത് നേരെ വല്ല അമ്മായിമ്മയും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ നിന്ന് പോകുമല്ലോ. മനസ്സിലെപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവില്ലേ? ഇന്ന അങ്ങനെ പറഞ്ഞല്ലോ എന്നുണ്ടാവും. നമ്മളെ അമ്മ നമ്മളെ സഹോദരിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണ് അവിടെ ഒരു ബോണ്ടിങ്. അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ എത്ര നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇനി കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെയും പോകും നമ്മൾ പഠിച്ചവൻ്റെ അടുത്ത് ഇങ്ങനെ. പക്ഷേ പഠിച്ചവനെ നമുക്ക് അതിനുള്ള ഫലമൊക്കെ അതിനുള്ള ഉത്തരമൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ദുആ ചെയ്യണത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. അതേപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ, അത് അള്ളാഹുവിനോട് ചോദിക്കണത് പുറത്ത് കൊണ്ടാന്നുള്ളത്. അപ്പോൾ നമ്മൾ നാളത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ആരുടെങ്കിലും കാലോ കയ്യോ എവിടെയെങ്കിലുമൊക്കെ തട്ടിയാൽ സോറി ട്ടോ പറയും. പക്ഷേ ആ സോറി നമ്മൾ അള്ളാഹുവിനോട് നമ്മളെത്ര ദിവസം എത്ര തെറ്റാളിയുണ്ട് ഫോൺ എടുത്താൽ നമ്മൾ തെറ്റാണ് ചെയ്യുന്നത്. കാരണം ഓരോ സീരിയൽ, സിനിമ, ഷോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നമ്മളിങ്ങനെ പറയാം, നമ്മളെ കാര്യങ്ങളിങ്ങനെ പറയാം. അപ്പോൾ അള്ളാഹു എന്തായാലും നമ്മളെ കൈവിടൂല മക്കളെ. അപ്പോൾ അള്ളാഹുവിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അള്ളാഹു നമ്മളെ മറന്നിട്ടില്ല. അള്ളാഹു നമ്മളെ ദുആക്ക് ഉത്തരം തരും, ഉറപ്പാണ്. നമ്മൾ ദുആ വൈകുന്നുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹു നമ്മളെ മറന്നിട്ടില്ല. നമുക്ക് ഏറ്റവും നല്ലത് ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇന്നും ലൈവ് ഉണ്ടാവും. അതിൽ ആ ഒരു ചലഞ്ചിൽ പങ്കെടുക്കണോല് എന്തായാലും തീർച്ചയായിട്ടും ഇന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.